ഈ ലോകത്തിൽ മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട ലോക അത്ഭുതങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ എല്ലാവരും വളരെ എളുപ്പത്തിൽ തന്നെ 7 ലോകാത്ഭുതം എന്ന് പറയും. എന്നാൽ ഇതേ ചോദ്യം എന്നോട് ചോദിച്ചാൽ മൊത്തം 8 എന്ന് പറയും. ഈ 8ാമത്തെ ലോകാത്ഭുതമാണ് നമ്മുടെ ഇന്ത്യ. മറ്റു നാടുകളിൽ മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട ചില പ്രത്യേകതകളടങ്ങിയ കെട്ടിടങ്ങൾ ലോകാത്ഭുതങ്ങളായി അഭിമാനത്തോടു കൂടി പറയും. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ഓരോ നാട്ടിലും ഓരോ അതിശയങ്ങളുണ്ട്. അതിനു പിന്നിൽ വലിയൊരു ചരിത്രവും ചുരുളഴിക്കാൻ കഴിയാത്ത പല രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. അങ്ങനെ പല അത്ഭുതങ്ങൾ തനിക്കുള്ളിൽ മറച്ചു വെച്ചിരിക്കുന്ന ഒരു വാസ്തുവിദ്യ അതിശയമാണ് മഹാരാഷ്ട്രയിലെ എല്ലോറ കൈലാസ ടെമ്പിൾ. 8ാം നൂറ്റാണ്ടിൽ രാഷ്ട്രകൂട മഹാരാജാവ് കൃഷ്ണ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന്റെ തറയ്ക്ക് താഴെയായി ഒരുപാട് ആഴത്തിൽ യാത്ര ചെയ്ത് ഭൂമിക്കുള്ളിലേക്ക് പോകുന്ന ടണൽസ് ഉണ്ട്. ഈ ടണൽസ് എല്ലാം എവിടെയാണ് പോകുന്നത്, അത് എന്തുമായാണ് ചെന്ന് യോജിക്കുന്നത്, അതിന്റെ അവസാനം എന്താണ് എന്ന് ഇതുവരെയും ആരെക്കൊണ്ടും കണ്ടുപിടിക്കാനും സാധിച്ചിട്ടില്ല. ഈ ക്ഷേത്രത്തെ ചുറ്റി പരമ്പരാഗതമായി ജീവിക്കുന്ന ജനങ്ങളുടെ കഥയനുസരിച്ച് മനുഷ്യരാൽ നുഴഞ്ഞു കയറാൻ കഴിയാത്ത ഈ ആഴമായ ടണലിന് കീഴിൽ കുള്ളന്മാർ ജീവിക്കുന്ന ഒരു വലിയ സിറ്റി ഉള്ളതായി പറയുന്നു. ഇതൊരു സാങ്കല്പിക കെട്ടുകഥ മാത്രമാണ്. ഇങ്ങനെയുള്ള കെട്ടുകഥകളെല്ലാം രൂപപ്പെടാൻ തന്നെ കാരണമായത് നമ്മളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത കൈലാസ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ നിഗൂഢ രഹസ്യങ്ങളാണ്. ഇന്ന് ഈ വീഡിയോയിൽ ഒറ്റപ്പാറയിൽ നിർമ്മിക്കപ്പെട്ട ഗുഹാക്ഷേത്രമായ കൈലാസ ക്ഷേത്രത്തിന്റെ ചുരുളഴിക്കാനാകാത്ത രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ചിന്തിച്ചു പോലും നോക്കാൻ കഴിയാത്ത പല കാര്യങ്ങൾ നിങ്ങൾക്ക് കാത്തിരിക്കുന്നു. ഈ കൈലാസ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് ഇപ്പോൾ വളരെ വ്യക്തമായി നമുക്കറിയാം. ലിഖിതങ്ങളനുസരിച്ച് 8ാം നൂറ്റാണ്ടിൽ രാഷ്ട്രകൂട രാജാക്കന്മാരാൽ തടവിലാക്കപ്പെട്ട തമിഴ് ശില്പികളാണ് ഈ ക്ഷേത്രം രൂപപ്പെടാൻ മൂലകാരണമായത്. തടവിലാക്കപ്പെട്ട ശില്പികളോട് രാജാക്കന്മാർ തങ്ങളുടെ സന്തതികൾ കണ്ട് അത്ഭുതപ്പെടുന്ന രീതിയിൽ ഒരു ബ്രഹ്മാണ്ഡ ക്ഷേത്രം പണിയാൻ ആവശ്യപ്പെട്ടു. അതിനായി തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഈ എല്ലോറ മല. പുരാതന വാസ്തുശില്പികൾ എന്ത് ചിന്തിച്ചുവെന്നറിയില്ല. ഗുഹാക്ഷേത്രങ്ങൾ മുൻവശത്തു നിന്ന് ഖനനം ചെയ്താണ് അവസാനം വരെയും കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ കൈലാസ ക്ഷേത്രം യഥാർത്ഥത്തിൽ പാറയുടെ മുകളിൽ നിന്ന് ആരംഭിച്ച് താഴേക്ക് കുഴിച്ചെടുത്ത കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. അതായത് ഗോപുരം നിർമ്മിച്ചതിന് ശേഷമായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ അടിത്തട്ട് തന്നെ ഉണ്ടാക്കിയത്. ചിന്തിച്ചു നോക്കുക, ഓരോ ലെയർ ബൈ ലെയറായി ടോപ്പ് മുതൽ കൺസ്ട്രക്ഷൻ ബോട്ടം വരെയും കൊണ്ടുവരണം. ഈ പുരാതന വാസ്തുശില്പികൾ എങ്ങനെയുള്ള പ്ലാൻ അല്ലെങ്കിൽ എങ്ങനെയുള്ള ബ്ലൂ പ്രിന്റ് ഇതിനു വേണ്ടി നിർമ്മിച്ചിട്ടുണ്ടാകും? തീർച്ചയായും ആയിരക്കണക്കിന് ശില്പികൾ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കണം. അവരുടെ എല്ലാവരുടെ മനസ്സിലും കെട്ടിടത്തിന്റെ ഡിസൈൻ പതിഞ്ഞിരിക്കണം. കാരണം ഇതൊരു സിമെട്രിക്കലായ ഘടനയായിരുന്നു. സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിന്റെ നടുവിലായി ഒരു വരയിട്ടാൽ അതിന് ഇരുവശവും ഒരുപോലെ ഇരിക്കും. ഇതിനെയാണ് സിമെട്രിക്കൽ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിയാൽ ഈ ക്ഷേത്രം രൂപപ്പെടുത്തുമ്പോൾ ഇടതുഭാഗത്ത് ഒരു ശില്പി ഉണ്ടാക്കുന്ന ശില്പത്തെ വലതുഭാഗത്ത് മറ്റൊരു ശില്പി അതേ ദിശയിൽ അതുപോലൊരു ശില്പത്തിന്റെ പ്രതിബിംബം പോലെ നിർമ്മിക്കണം. ദുരൂഹത എന്തെന്ന് ചോദിച്ചാൽ ഇത്ര കൃത്യമായൊരു ഘടന സാങ്കേതികവിദ്യ ഇല്ലാത്ത കാലത്ത് തന്നെ വെറും ചുറ്റിക, ഉളി, കോടാലി ഉപയോഗിച്ച് എങ്ങനെ അവരെ കൊണ്ട് നിർമ്മിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇത് വെറും സാധാരണ ഒരു കൺസ്ട്രക്ഷൻ അല്ല. ഏകദേശം 100 അടി ഉയരവും 165 അടി നീളവുമുള്ള ഈ ഒരു ക്ഷേത്രം ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ട ഗുഹാക്ഷേത്രങ്ങൾ തന്നെ വളരെ ബ്രഹ്മാണ്ഡമായ ഒരു ക്ഷേത്രമാണ്. അത്ഭുതം എന്തെന്ന് ചോദിച്ചാൽ ഇത്രത്തോളം ബൃഹത്തായ ഒരു കെട്ടിടം നിർമ്മിക്കാൻ പുരാതന ശില്പികൾക്ക് വെറും 18 വർഷം മാത്രമേ ചിലവായുള്ളൂ. അതിലും വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഏകദേശം 40 ലക്ഷം പാറകൾ 18 വർഷത്തിൽ കൊത്തിയെടുത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അങ്ങനെ ഇതിനെ അടിസ്ഥാനമാക്കി നോക്കിയാൽ രാത്രി പകൽ വിശ്രമമില്ലാതെ ജോലി ചെയ്താൽ പോലും 1 മണിക്കൂറിൽ ഈ ഒരു ഘടനയിൽ നിന്നും 25 ടൺ പാറകൾ നീക്കം ചെയ്തിട്ടുണ്ടാകണം. എന്നാൽ ഇത് മനുഷ്യന്റെ ശക്തിക്ക് അതീതമായ കാര്യമാണ്. ഇത്രയും ടൺ പാറ ചുരുങ്ങിയ കാലയളവിൽ അകറ്റാൻ ഇവർക്ക് എങ്ങനെയുള്ള ഉപകരണമായിരുന്നു ഉണ്ടായിരുന്നത്? സത്യത്തിൽ ഏതെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ പുരാതന ശില്പികൾ ഉപയോഗിച്ചിരുന്നുവെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഇന്നുവരെയും എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല? അതിനുള്ള ഒരു തെളിവ് പോലും എന്തുകൊണ്ട് നമുക്ക് കിട്ടിയില്ല? ഇതിലും ഒരുപാട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കൈലാസ ക്ഷേത്രത്തിന്റെ ഘടനയിലുള്ള കൃത്യതയാണ്, ഡയമെൻഷണൽ ആക്യുറസിയാണ്. ഈ ഘടനയിലുള്ള തൂണുകളും പാലങ്ങളും വാതിലും മോഡേൺ ഡേയ്സ് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് ഹൈ ആക്യുറസിയിൽ കട്ട് ചെയ്തതുപോലെ കൃത്യമായിരിക്കുന്നുണ്ട്. അത്രത്തോളം ആക്യുറസിയിൽ വെറും ഉളി ചുറ്റിക ഉപയോഗിച്ച് പഴയകാല മനുഷ്യരെ കൊണ്ട് എങ്ങനെ സാധ്യമാകുമെന്നാണ് ചരിത്ര വീക്ഷകരുടെ ഒരു ചോദ്യം. അത്രത്തോളം ബുദ്ധിശാലികൾ, കഴിവുള്ളവരാണ് പണ്ടത്തെ ശില്പികൾ എന്ന് പറഞ്ഞാൽ പോലും അവരും മനുഷ്യരാണ്. മനുഷ്യപ്പിഴവെന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും സംഭവിച്ചിരുന്നിരിക്കണം.
എന്നാൽ ഇവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതൊരു സിമിട്രിക്കലായ കൺസ്ട്രക്ഷനാണ്. ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊത്തുപണിയിൽ ചെറിയൊരു പിഴവ് സംഭവിച്ചാൽ പോലും ഈ മുഴുവൻ കൺസ്ട്രക്ഷനും അതിൻ്റെ അർത്ഥത്തെ തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കും. എന്നാൽ ഇവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ ദുരൂഹമായൊരു കാര്യം എന്നും അവർ പറയുന്നു. 16-ാം നൂറ്റാണ്ടിൽ ഏകദേശം 1000 പടകളെ അയച്ച് മുഗൾ ചക്രവർത്തി ഔറംഗസീബ് ഈ ക്ഷേത്രത്തെ തകർക്കാനായി ഉത്തരവിട്ടു. ഏകദേശം 6 വർഷം പരിശ്രമിച്ചിട്ടും ഈ ഒരു ക്ഷേത്രത്തിന്റെ 5% ഘടനയെ പോലും അയാളെ കൊണ്ട് നശിപ്പിക്കാനായില്ല. അത്രത്തോളം ഈ കൈലാസ ക്ഷേത്രത്തിന്റെ ഘടന ശക്തമായിരുന്നു. ഈ എല്ലാ ദുരൂഹതകൾക്കും മുകളിലായി ഏറ്റവും വലിയ രഹസ്യമാണ് ഈ ക്ഷേത്രത്തിന് അടിയിലൂടെ പോകുന്ന ലോങ് ടണൽസ്. ആദ്യത്തേത്, പുരാതന ശില്പികൾ ഇതെങ്ങനെ രൂപപ്പെടുത്തിയിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഇതാണ് ഏറ്റവും വലിയ രഹസ്യം. മനുഷ്യരെ കൊണ്ട് അകത്ത് നുഴഞ്ഞു കയറാൻ കഴിയാത്ത ഏകദേശം 40ഓളം ടണലുകൾ ഈ ക്ഷേത്രത്തിന് ചുറ്റുമുണ്ട്. അതിൽ കൂടുതൽ ടണൽസ് ഗവൺമെന്റ് തന്നെ അടച്ച് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. പല 100 അടി ആഴങ്ങളിലേക്ക് പോകും എന്ന് പറയപ്പെടുന്ന ഈ ടണൽസ് എന്തിനുണ്ടാക്കി, ആരുണ്ടാക്കി, അതെവിടെ പോയി അവസാനിക്കുന്നു, അവിടെ എന്താണ് ഉള്ളത് എന്ന് ഇന്നുവരെയും ആർക്കും അറിയാത്തൊരു രഹസ്യമാണ്. ഇങ്ങനെയുള്ള ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ ദിശ മാറ്റാനാണ് ഒരുപാട് കെട്ടുകഥകൾ രൂപം കൊണ്ടത്. ആ കെട്ടുകഥകളിൽ പിറന്നവരാണ് ഈ ടണൽ അവസാനിക്കുന്ന സ്ഥലത്ത് അണ്ടർഗ്രൗണ്ടിൽ താമസിക്കുന്ന കുള്ളന്മാർ. ഇത് മാത്രമല്ലാതെ ഏലിയൻസ് ആണ് ഈ ക്ഷേത്രത്തെ കെട്ടി അവസാനിപ്പിച്ചത് എന്ന് മറ്റൊരു കെട്ടുകഥയും പറയുന്നു. ഇതും ഒരുപാട് പേർ വിശ്വസിക്കാൻ കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ക്ഷേത്രത്തെ ചുറ്റിയുള്ള ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ്. അതായത് 18 വർഷത്തിൽ 40 ലക്ഷം ടൺ പാറകൾ എങ്ങനെ മനുഷ്യരെ കൊണ്ട് കൊത്തിയെടുക്കാൻ സാധിക്കും? അടുത്തത്, മനുഷ്യ ശരീരത്തിന് കടക്കാൻ കഴിയാത്ത ഒരു തുരങ്ക പാത എങ്ങനെ മനുഷ്യൻ തന്നെ രൂപപ്പെടുത്തിയിരിക്കും? അവസാനമായി, ഇങ്ങനെ സമാനമായ ഒരു ഘടന യാതൊരു തെറ്റുമില്ലാതെ എങ്ങനെ ശില്പികൾ മോഡേൺ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് കെട്ടി അവസാനിപ്പിച്ചതുപോലെ കൃത്യമായി ചെയ്തു? അപ്പോൾ ഈ ക്ഷേത്രം പണിയാൻ തീർച്ചയായും ഏതോ ഒരു മനുഷ്യ ശക്തിക്ക് അതീതമായ ഒന്ന് സഹായിച്ചിട്ടുണ്ടാകണം എന്ന നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തയാണ് ഈ കെട്ടുകഥകൾ, സാങ്കല്പിക കഥകൾ രൂപപ്പെടാൻ കാരണം. എന്നാൽ എന്നോട് ചോദിച്ചാൽ നമ്മുടെ പൂർവികർ, പുരാതന ശില്പികൾ ദൈവതുല്യരായിരുന്നു. കാരണം ഒരു ശില്പത്തിന്റെ കയ്യിൽ ഞരമ്പ് പോലും കൊത്തി രൂപപ്പെടുത്തി അതിന് ജീവൻ കൊടുത്ത ഈ ദൈവങ്ങളെ കൊണ്ട് ഒരു കൈലാസ ക്ഷേത്രമല്ല, 100 കൈലാസ ക്ഷേത്രങ്ങൾ പോലും നിർമ്മിക്കാൻ സാധിക്കും. പക്ഷെ ഇവർ എങ്ങനെയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമാണ് നമ്മളെ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയാത്തത്. ചോദ്യങ്ങൾക്കും കെട്ടുകഥകൾക്കും അപ്പുറം നമ്മുടെ പൂർവികരുടെ കലാവൈഭവത്തിന്റെ ഏറ്റവും വലിയ തെളിവായി പ്രശംസിക്കപ്പെടേണ്ട ഒരു ലോക അത്ഭുതമാണ് കൈലാസ ക്ഷേത്രം. ഇത്തരത്തിലുള്ള നിരവധി വാസ്തുവിദ്യാ വിസ്മയങ്ങൾ നമ്മുടെ മാതൃഭൂമിയിൽ പുറത്തു വരാതെ കുഴിച്ചു മൂടപ്പെട്ട് കിടക്കുകയാണ്. അവയെക്കുറിച്ചൊക്കെ വരും വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൈലാസ ക്ഷേത്രത്തിന്റെ ഈ നിഗൂഢ രഹസ്യങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.